കഥയെ ആരംഭിക്കുന്നത് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ലോ സ്റ്റുഡന്റായ ബി എന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബി എന്ന ടോയ്ലറ്റിൽ പോവാൻ വേണ്ടി അടുത്തുള്ള കഫേയിലേക്ക് വേഗത്തിൽ കയറി ചെന്നു. കാര്യം അർജന്റാണ്. പക്ഷെ അവിടുത്തെ സർവറോട് കാര്യം ചോദിച്ചപ്പോ അവിടുത്തെ കസ്റ്റമേഴ്സിന് മാത്രമേ ബാത്റൂം ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ എന്നായിരുന്നു അവരുടെ മറുപടി. ബിയോട് എന്തെങ്കിലും വാങ്ങുവാൻ അവർ ആവശ്യപ്പെട്ടു. ബി നോക്കുമ്പോൾ വളരെ വലിയ ക്യൂ ആണ്. ക്യൂവിൽ നിന്ന് സാധനം വാങ്ങി ബാത്റൂമിൽ പോവാനുള്ള ക്ഷമയത്രയും അവളുടെ പക്കലുമില്ല. അവളുടെ ഈ അവസ്ഥ അവിടെ നിന്നിരുന്ന ബെൻ എന്ന യുവാവ് കണ്ടിരുന്നു. ബെൻ ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ്. അവിടുത്തെ സർവറോട് ബി തന്റെ ഭാര്യയാണ്, ഞാനിപ്പോ സാധനം വാങ്ങുമല്ലോ, അതുകൊണ്ട് അവർ ബാത്റൂം ഉപയോഗിച്ചോട്ടെ എന്ന മട്ടിൽ അയാൾ പറഞ്ഞു. ബി നന്ദിയോടെ അയാളെ നോക്കി. അയാളുടെ പക്കൽ തന്റെ കോട്ടും കൊടുത്തിട്ടായിരുന്നു ബി നേരെ ബാത്റൂമിലേക്ക് പോയത്. ബി അങ്ങനെ റെസ്റ്റ് റൂം ഉപയോഗിച്ചു. റെസ്റ്റ് റൂമിനകത്തു നിന്ന് തന്നെ സുന്ദരനായ ഒരു ജെന്റിൽമാനെ കണ്ടതിൽ സന്തോഷിച്ച അവൾ തന്റെ കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഫോൺ വിളിയിൽ ശ്രദ്ധിച്ച് കൈ കഴുകാൻ നോക്കുമ്പോ അബദ്ധത്തിൽ വെള്ളം അവളുടെ പാന്റിലേക്ക് തെറിച്ചു. അതങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കണ്ട മോശമാണ് എന്ന് ചിന്തിച്ച അവൾ പിന്നീട് അതുണക്കാനുള്ള ഗടാഗടിയൻ ശ്രമങ്ങൾ ആരംഭിച്ചു. കുറച്ചു സമയമായിട്ടും ബിയെ കാണാത്തതോടെ പുറത്തുനിന്ന് ബെൻ വിളിച്ചു ചോദിക്കുക പോലും ചെയ്തു. കുഴപ്പമൊന്നുമില്ലെന്നും താൻ ദാ വരുന്നു എന്നും പറഞ്ഞു നിന്ന് ബി ഒടുവിൽ ഒരു തരത്തിൽ പാന്റൊക്കെ ഉണക്കി നേരെ പുറത്തു വന്നു. പുറത്തെത്തിയതും ഇരുവരും സംസാരിച്ചു. കുറച്ചു സമയം സംസാരിച്ചിരുന്നു. പിന്നീട് ബി പോവാൻ തുടങ്ങിയപ്പോ ബെൻ അവളെ വിളിച്ചു. അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചു. ബിക്കും അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബെന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു അന്ന് ഇരുവരും പോയത്. താൻ കഴിഞ്ഞ 5 കൊല്ലമായി ജിംനാസ്റ്റിക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതാണ് തന്റെ ഡ്രീമെന്ന് ബി അവനോട് പറഞ്ഞു. താനിപ്പോ ഒരു പ്രൊഫഷണൽ ട്രേഡറാണ് എന്ന മട്ടിലായിരുന്നു ബെന്നിന്റെ മറുപടി. ഭക്ഷണമുണ്ടാക്കി അപ്പോഴും അവർ കുറച്ചധികം നേരം സംസാരിച്ചു നിന്നു. അന്ന് അവിടുത്തെ സോഫയിൽ ബെന്നിന്റെ കയ്യിൽ തലവെച്ചിട്ടായിരുന്നു ബി കിടന്നുറങ്ങിപ്പോയത് പോലും. പിറ്റേന്ന് പുലർച്ചെ ബി എഴുന്നേറ്റു. ബെന്നിന് ബുദ്ധിമുട്ടാവണ്ട എന്ന് ചിന്തിച്ച് അവനെ ഉണർത്താതെയായിരുന്നു ബി എന്ന അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തേക്ക് പോയത്. ബി അങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നത് ബെൻ നോക്കിക്കണ്ടിരുന്നു. ഒരുപക്ഷെ ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവുമോ തന്നെ വിളിക്കാതെ പോകുന്നത് എന്ന മട്ടിലായിരുന്നു ബെൻ ചിന്തിച്ചത്. കുറച്ചു കഴിഞ്ഞ് ബെൻ എഴുന്നേറ്റ് വന്ന് തന്റെ യൂഷ്വൽ റൊട്ടീനിലേക്ക് കടന്നു. ആ സമയമാണ് ബെന്നിന്റെ കൂട്ടുകാരൻ പീറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. ബെന്നിന്റെ അപ്പാർട്ട്മെന്റിൽ കുക്ക് ചെയ്ത് കണ്ടതൊക്കെ അതിശയത്തോടെയായിരുന്നു പീറ്റ് നോക്കിക്കണ്ടത്. അത് ബെന്നിന്റെ ജോലി സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അവിടെ അത്തരമൊരു പരിപാടിയെ നടക്കാറുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് പുറത്തു പോയിരുന്ന ബിയാകട്ടെ ബെന്നിന്റെ കാര്യങ്ങൾ വല്ലാത്ത എക്സൈറ്റ്മെന്റിൽ കൂട്ടുകാരിയെ വിളിച്ച് പറയുകയായിരുന്നു. കൂട്ടുകാരി അവളങ്ങനെ ബെന്നിനോട് പറയാതെ പോകുന്നത് ശരിയായില്ല, പോയി പറയണമെന്ന് പറഞ്ഞപ്പോ അവൾ തിരികെ പോരാൻ തുടങ്ങി. ഇതേസമയം പീറ്റ് തലേന്നെന്താ നടന്നത് എന്ന മട്ടിൽ ബെന്നിനോട് ചോദിച്ചപ്പോ ബെന്നാകട്ടെ കുറച്ചു കാര്യങ്ങൾ അങ്ങ് തള്ളിമറിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ തലേദിവസത്തെ കാര്യങ്ങള് വെറും ഡിസാസ്റ്ററായി പോയടാ, ദുരന്തമായിരുന്നു എന്ന മട്ടിൽ അവൻ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പുറത്ത് ബി എത്തുന്നത്. തന്നെപ്പറ്റി ബെൻ അങ്ങനെ പറഞ്ഞത് കേട്ടതും ബി തെറ്റിദ്ധരിച്ചു. തന്നെ അവൻ ഇഷ്ടപ്പെട്ടിട്ടേയില്ല, തന്നെ ദുരന്തമായിട്ടാണ് അവൻ കരുതുന്നത് എന്ന് ചിന്തിച്ച് അങ്ങോട്ടേക്ക് പോലും കയറാതെ ബി അവിടെ നിന്ന് പോന്നു. ബെന്നാകട്ടെ പീറ്റിന്റെ മുമ്പിൽ ആളാവാനും അവൾ പറയാതെ പോയ ദേഷ്യത്തിലും പറഞ്ഞതായിരുന്നു അത്. 6 മാസത്തിന് ശേഷം ബെന്നും പീറ്റും കൂടി അവിടെയുള്ള ഒരു ക്ലബിൽ പോയി. പീറ്റിന്റെ സഹോദരി ക്ലോഡിയ ഹൈ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുമായി ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇരുവരും സ്വവർഗ അനുരാഗികളാണ്. അവിടെ വെച്ച് വളരെ യാദൃച്ഛികമായി ബെൻ വീണ്ടും ബിയെ കണ്ടു. ബിയുടെ സിസ്റ്റർ ആയിരുന്നു പീറ്റിന്റെ സഹോദരി ക്ലോഡിയ ഡേറ്റ് ചെയ്യുന്ന ഹാൽ എന്ന പെൺകുട്ടി. പോരാത്തതിന് ബിയും ക്ലോഡിയയും പീറ്റുമൊക്കെ പരിചയക്കാരുമാണ്. അവരൊക്കെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അവരെയൊക്കെ സംസാരിക്കാൻ വിട്ട ശേഷം ബിയും ബെന്നും സംസാരിക്കാൻ വേണ്ടി നിന്നു. സംസാരമധ്യേ താൻ എൻഗേജ്ഡ് ആണ് എന്ന് ബി പറഞ്ഞു. തന്റെ അടുത്ത് അവൻ ഇനി ഒരു ചാൻസുമില്ല എന്നറിയിക്കാനായിരുന്നു അത്. അതിനെന്താ, ഞാനൊരു ടോസ്റ്റ് എടുത്ത ഒരു ഡ്രിങ്കുമായി എവിടെയെങ്കിലും നിന്നോളാം, നിന്റെ കൺമുമ്പിൽ വരാതിരുന്നാ പോരെ എന്നായിരുന്നു ബെന്നിന്റെ മറുപടി. അധികം വൈകാതെ ക്ലോഡിയയുടെയും ഹാലിന്റെയും എൻഗേജ്മെന്റും മറ്റും നടന്നു. പീറ്റായിരുന്നു പുരോഹിതനായി നിന്നത്. ക്ലോഡിയയുടെ പാരന്റ്സിന് വിവാഹം കുറച്ചുകൂടി ഗംഭീരമായി ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. അവർ ഓസ്ട്രേലിയയിലെ തങ്ങളുടെ നാട്ടിലേക്ക് വിവാഹ ആഘോഷങ്ങൾക്കായി എല്ലാവരെയും ക്ഷണിച്ചു. കൂട്ടത്തിൽ ബെന്നിനും ക്ഷണം ലഭിച്ചു. അങ്ങനെ ഓസ്ട്രേലിയ സിഡ്നിയിലേക്ക് വിവാഹാഘോഷങ്ങൾക്കായി ബെൻ വിമാനം കയറി. വിമാനത്തിലെത്തുമ്പോഴോ ബിയും അതേ വിമാനത്തിലുണ്ട്. വിവാഹത്തിനാണ് അവളും പുറപ്പെടുന്നത്. അവളെ കണ്ടതും അവളെ ഒന്ന് കളിയാക്കാനെന്ന മട്ടിൽ എവിടെ നിന്റെ ബോയ്ഫ്രണ്ട് എന്ന മട്ടിൽ ബെൻ ചോദിച്ചു. പക്ഷേ ഒടുവിൽ അവൾ തന്നെ സമ്മതിച്ചു താനാ കാര്യം അവനോട് കളവ് പറഞ്ഞതാണെന്ന്. അവര് ബ്രേക്കപ്പ് ആയെന്ന്. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ഓസ്ട്രേലിയയിലെത്തി.
പീറ്റിന്റെ സ്റ്റെപ്പ് ഡാഡിന്റെ വീട്ടിലായിരുന്നു അവരെല്ലാവരും താമസിക്കുന്നത്. ഒരു ബീച്ചിനോട് ചേർന്നുള്ള ഗംഭീര വീടായിരുന്നു അത്. അവിടെത്തി എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി. ബീച്ചിലേക്ക് നടക്കുന്ന വഴിക്ക് ബി ബെന്നിനോട് പറഞ്ഞു, എന്റെ അടുത്ത് നിന്ന് നീ ഒരു അകലത്തിൽ നിന്നാ മതി. ഇതൊക്കെ ക്ലോഡിയയും മറ്റും കേൾക്കുന്നുണ്ടായിരുന്നു. ക്ലോഡിയ അതോടെ ഇരുവരോടുമായി പറഞ്ഞു, കുട്ടികളെ പോലെ കാണിക്കാതെ മുതിർന്നവരെ പോലെ പെരുമാറടോ, മൂവ് ഓൺ ചെയ്യാൻ പഠിക്ക്, നിങ്ങൾ രണ്ടാളും വലിയ ആളുകളല്ലേ. അങ്ങനെ ബീച്ചിൽ ക്ലോഡിയയും ഹാലും കുളിക്കാനിറങ്ങി. ആ സമയത്താണ് അവിടെ സൺബാത്ത് ചെയ്ത് കിടന്നിരുന്ന മാർഗരറ്റ് എന്ന ലേഡി ബെന്നിന്റെ കണ്ണിൽ പെടുന്നത്. ബെൻ അവളുടെ അടുത്തേക്ക് ചെന്നു. മാർഗരറ്റ് അവനെ കണ്ടതും കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ കുറെ കുശലാന്വേഷണം നടത്തി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്താണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. മാർഗരറ്റ് ബെന്നിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു. ഇതേസമയം മറുവശത്ത് ബിയും ഹാലും അവരുടെ പാരന്റ്സിനെ പറ്റി കുറച്ചു കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അവരപ്പോഴാണ് മാർഗരറ്റിനെയും ബെന്നിനെയും കാണുന്നത്. അതാരാണ്? ബി ഹാലിനോട് ചോദിച്ചു. ഹാല് പറഞ്ഞത് ബെന്നിന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു മാർഗരറ്റ് എന്ന തരത്തിലായിരുന്നു. ബിക്ക് തെല്ലൊരു അസൂയ തോന്നാതിരുന്നില്ല. തിരികെ എന്ന റൂമിലെത്തിയവൾ തന്റെ ലാപ്ടോപ്പിൽ തന്റെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് നോക്കി. കോളേജിൽ നിന്നും അവൾ വിത്ഡ്രോ ചെയ്യപ്പെട്ടിരുന്നു. പിന്നാലെയായിരുന്നു അവളുടെ പാരന്റ്സ് എത്തിയത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അവർ. ഓസ്ട്രേലിയയിലെത്തിയതിന്റെ എക്സൈറ്റ്മെന്റ് ഇരുവരിലും പ്രകടമായിരുന്നു. പിന്നാലെ അവളുടെ പ്രണയ ജീവിതത്തെപ്പറ്റിയും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ജൊനാഥനെ പറ്റിയുമൊക്കെ അവളുടെ പാരന്റ്സ് അവളോട് ചോദിച്ചു. പക്ഷെ അവൾക്ക് പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അവൾ ഒഴിഞ്ഞു മാറി. ഇതേസമയം മറുവശത്ത് ബെന്നാകട്ടെ മാർഗരറ്റിനെ ഡേറ്റ് ചെയ്തപ്പോഴുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കാണുകയായിരുന്നു. അങ്ങനെ സമയം സന്ധ്യയായി. പാർട്ടിയുടെ സമയം. ബെന്നും ബിയും ഒക്കെ തയ്യാറായി പാർട്ടി നടക്കുന്ന ഇടത്തേക്കെത്തി. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവിടെ എത്തിച്ചേർന്നിരുന്നു. ക്ലോഡിയയുടെ അച്ഛൻ കപ്പിൾസിന് ആശംസകൾ നേർന്നും മറ്റും മനോഹരമായൊരു സ്പീച്ച് നടത്തി. പിന്നാലെ അവിടെ ഫയർ വർക്ക്സ് നടന്നു. ശേഷം ഭക്ഷണം വിളമ്പലും. എല്ലാവരും എല്ലാം നന്നായി ആസ്വദിച്ചു. പിന്നെ അവരൊക്കെ ചേർന്ന് ഒരു ഗെയിം കളിക്കാൻ ആരംഭിച്ചു. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു സാധനം മനസ്സിൽ വിചാരിക്കും, മറ്റൊരാൾ അത് ഊഹിച്ചു പറയണം. ആദ്യമൊക്കെ നല്ല രീതിയിലായിരുന്നു ഗെയിം മുമ്പോട്ട് പോയത്. പക്ഷേ ബിയുടെയും ബെന്നിന്റെയും മൂഴമെത്തി. കളിയിൽ കൃത്യമായി ബി പറയുന്നതൊക്കെ കേട്ടപ്പോ ബി ചതിക്കുകയാണ് എന്നായി ബെന്നിന്റെ വാദം. അവർ തമ്മിൽ അത് വാഗ്വാദത്തിലേക്ക് കടന്നു. എന്തിനേറെ പറയുന്നു, വാഗ്വാദം ഒടുവിൽ അവിടെ പ്രശ്നമായി. അവിടുത്തെ അലങ്കാര വസ്തുക്കൾക്ക് വരെ തീ പിടിച്ചു. ഒടുവിൽ മാർഗരറ്റ് തന്റെ വസ്ത്രമഴിച്ചായിരുന്നു ആ തീ കെടുത്തിയതുപോലും. ആ നടന്ന സംഭവത്തിന് ശേഷം ക്ലോഡിയുടെയും പീറ്റിന്റെയും ഫാമിലി ഒത്തുചേർന്നു. ബിയും ബെന്നും തമ്മിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളേയുള്ളൂ. നമ്മൾ വിചാരിച്ച അവരെ ഒത്തുചേർപ്പിക്കാൻ പറ്റും, വിവാഹവും നന്നായി നടക്കും, അതിനുവേണ്ടി ശ്രമിക്കാം എന്നൊരു തീരുമാനത്തിൽ അവരെത്തി. അടുത്ത ദിവസം പുലർച്ചെ ബീച്ചിൽ കുറച്ചു സമയം എക്സസൈസ് ചെയ്ത ശേഷം ബെൻ കുളിക്കാൻ വീടിന്റെ ഗാർഡൻ ഭാഗത്തേക്കെത്തി. അത് കണ്ടതും പീറ്റും കുടുംബബന്ധുവായ റോജറും വൈകാതെ അവരുടെ പരിപാടി ആരംഭിച്ചു. ബിയെ വീണ്ടും ഡേറ്റ് ചെയ്യാൻ ബെന്നിനെ കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പറച്ചിലും മറ്റും. അവരുടെ ഈ സ്വഭാവ വ്യത്യാസത്തിലും പറച്ചിലും ബെന്നിന് സംശയം തോന്നിയിരുന്നു. ബെൻ അവരെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ബി ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകട്ടെ ക്ലോഡിയയും ഹാലും അവിടെ വന്ന് ബെന്നിനെ പറ്റി സംസാരിക്കുകയും ബി ബെന്നിനെ ഡേറ്റ് ചെയ്യട്ടെ എന്ന മട്ടിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ ശ്രമം പരാജയപ്പെട്ടു. ബിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയതേയില്ല. ഇതേസമയം ബെന്നിനും ബിക്കും അവരൊക്കെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലായിരുന്നു. നേരിട്ട് കണ്ടപ്പോ അവരതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അവരുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു ക്ലോഡിയയുടെ അമ്മ കയറി വന്നത്. ബോട്ടിൽ വെച്ച് ക്ലോഡിയയുടെ അച്ഛന്റെ സൺഗ്ലാസ് മറന്നുപോയെന്നും അതെടുത്തുകൊണ്ട് വരാമോ എന്നവർ ചോദിച്ചു. അത് കേട്ടതും ബെന്നും ബിയും തീരത്തേക്ക് പുറപ്പെട്ടു. ബോട്ടിലായിരുന്നു സൺഗ്ലാസ് ഉണ്ടായിരുന്നത്. ബോട്ടാണെങ്കിൽ കുറച്ചകലെയാണ്. അവർ അതോടെ കടലിറങ്ങി നീന്താൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ നീന്തിയവർ ബോട്ടിൽ കയറി. അവിടെയും സംസാരം തുടരുകയാണ്. തലേദിവസത്തെ കാര്യങ്ങളെപ്പറ്റി അവർ രസകരമായി സംസാരിച്ചു നിൽക്കെ കരയിൽ ബിയുടെ മുൻലവറായ ജോനാഥനെ ബിയുടെ പാരന്റ്സ് കൊണ്ടുവരുന്നത് അവൾ നോക്കിക്കണ്ടു. ജോനാഥനോട് അവൾക്കിപ്പോൾ പ്രണയമൊന്നുമില്ല. അച്ഛനും അമ്മയും വീണ്ടും തന്നെ അവനോട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ബി തിരിച്ചറിഞ്ഞു. മറുവശത്ത് ബെൻ ആകട്ടെ മാർഗരറ്റിന് മുമ്പിൽ എങ്ങനെയെങ്കിലും വലിയ ആളാകണം, അവളെ അസൂയപ്പെടുത്തണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. തന്നെ രക്ഷിക്കണം എന്ന തരത്തിൽ ബെന്നിനോട് സംസാരിച്ച ബി ഒടുവിൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവർ പ്രശ്നങ്ങൾ മറന്ന് വീണ്ടും ഡേറ്റ് ചെയ്യുന്ന പോലെ കപ്പിൾസായ പോലെ അഭിനയിക്കും. അതുകൊണ്ട് ഇരുവർക്കും നേട്ടങ്ങളും ഉണ്ടാകും. ബിക്ക് ജൊനാഥനിൽ നിന്ന് അകന്നു നിൽക്കാം. അവരുടെ സ്നേഹപ്രകടനം കണ്ട് മാർഗരറ്റ് അസൂയപ്പെടുകയും ചെയ്യും. കുഴപ്പമില്ല എന്ന് തോന്നിയ ബെന്നും ബിയുടെ ആശയത്തിന് സമ്മതിച്ചു. പിന്നാലെ എല്ലാവരുടെയും മുമ്പിൽ തങ്ങൾ റീകൺസൈൽ ചെയ്ത പോലെ, പ്രശ്നങ്ങൾ അവസാനിച്ച പോലെ അവർ അഭിനയിക്കാൻ ആരംഭിച്ചു. എത്ര പെട്ടെന്ന് അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീർന്നത് എന്ന മട്ടിൽ എല്ലാവരും കുറച്ച് അതിശയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് എത്തിയ ജൊനാഥൻ
ജൊനാഥനടക്കം അവരുടെ റിലേഷൻഷിപ്പ് കണ്ട് ഹൃദയം തകർന്നു പോയിരുന്നു. പക്ഷേ ബിയുടെ പാരന്റ്സിന് ബി ഒരു റിലേഷൻഷിപ്പിലായി എന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. പിന്നീട് അവരെല്ലാവരും ഒന്നിച്ച് ഫോറസ്റ്റിൽ ഒരു ട്രെക്കിങ്ങിന് പോയി. പോകുന്ന വഴിക്ക് ഓരോന്ന് പറഞ്ഞ് പരസ്പരം തർക്കിച്ചാണ് അവർ പോകുന്നത്. ബെൻ നിരവധി പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ബി അതുകൊണ്ട് തന്നെ ബെൻ തനിക്ക് പറ്റിയ ആളല്ല എന്ന മട്ടിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിലുള്ള പ്രഹസനത്തിന്റെ ഭാഗമായി എല്ലാവരും ഒരു മലഞ്ചെരുവിലെത്തി നിന്നപ്പോ ബിയെ ചേർത്ത് പിടിച്ചു നിൽക്കുവാൻ ബെൻ ശ്രമിച്ചു. കപ്പിൾസിനെ പോലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി അവർ അവിടെ തുടർന്നു. അടുത്ത ദിവസം വീട്ടിൽ ബിയുടെ അച്ഛൻ സ്വിമ്മിംഗ് പൂളിൽ ഡൈവ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി വന്ന ബെൻ അത് കണ്ടു. അദ്ദേഹം ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് കണ്ടതും ബെൻ അദ്ദേഹത്തിന് അടുത്തെത്തി സംസാരിച്ച് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. ആ സമയമാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ബി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പാരന്റ്സിന്റെ മുമ്പിലും അഭിനയം തുടരണമല്ലോ. ബെൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന മട്ടിലുള്ള അഭിനയം വീണ്ടും ബി കാഴ്ചവെച്ചു. പിന്നീട് ബിയും ജൊനാഥനും ഒന്നിച്ചു കണ്ട് സംസാരിക്കുകയാണ്. ഒരു ചെസ് ഗെയിമിലൂടെയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബെന്നിനെ എവിടെ വെച്ചാണ് പരിചയം എന്ന് ചോദിച്ചപ്പോ കുറച്ചധികം നാളായി എന്നായിരുന്നു ബിയുടെ മറുപടി. നിന്റെ പാരന്റ്സ് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന മട്ടിൽ ജൊനാഥൻ ബിയോട് പറഞ്ഞു. കൂട്ടത്തിൽ അവളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമൊന്നും തനിക്കറിയില്ലായിരുന്നു എന്നും ജൊനാഥൻ കൂട്ടിച്ചേർത്തു. അതൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു ബിയുടെ മറുപടി. ജൊനാഥനെ ഫാമിലിയിലെ ഒരു അംഗത്തെ പോലെ അവൾ കരുതിയിരുന്നു. ഇതേസമയം മറുവശത്ത് മാർഗരറ്റ് ആണെങ്കിൽ ബി ബെന്നിന്റെ കാമുകിയാണ് എന്ന തരത്തിൽ വിശ്വസിക്കുന്നേയില്ല. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം എന്ന മട്ടിൽ ബെൻ ബിയുടെ അടുക്കൽ വന്ന് ഡിസ്കസ് ചെയ്തു. ഒക്കെ ശരിയാക്കാം എന്നായിരുന്നു ബിയുടെ മറുപടി. പിന്നീടാണ് ബോട്ടിലൊരു പാർട്ടി വന്നത്. അന്നെല്ലാവരും മദ്യപിക്കുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ബിയും ബെന്നും മനോഹരമായി ഡാൻസ് കളിച്ചിരുന്നു. വളരെ മികച്ച രീതിയിൽ കപ്പിൾസായി അവർ ഇവരുടെയും മുമ്പിൽ ബിഹേവ് ചെയ്തു. ബെന്നിനൊപ്പമുള്ള ഡാൻസ് ഒക്കെ ബി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ ടൈറ്റാനിക്കിലെ സീൻ അവരെ വെച്ചുകൊണ്ട് തന്നെ അവിടെ വീണ്ടും പുനർചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴാണ് ഒരു അപകടം സംഭവിക്കുന്നത്. നിയന്ത്രണം വിട്ട് ബി നേരെ കടലിലേക്ക് വീണു. ബെന്നൊട്ടും മടിച്ചില്ല. അവളുടെ പിന്നാലെ അവളെ രക്ഷിക്കാൻ എടുത്തു ചാടി. ഒടുവിൽ നീന്തി അവിടെയുള്ള ഒരു ബോയിൽ ഇരുവരും പിടിച്ചു നിന്നു. മറ്റുള്ളവർ അവർ വീണത് കണ്ട് ക്യാപ്റ്റനോട് ഷിപ്പ് തിരിക്കാനും അവരെ കയറ്റാനും പറഞ്ഞെങ്കിലും ഇപ്പോൾ അടിയൊഴുക്ക് കൂടുതലാണെന്നും അതിന് സാധിക്കില്ല എന്നുമായിരുന്നു ക്യാപ്റ്റന്റെ മറുപടി. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് വരാൻ കുറച്ചു സമയം എടുക്കുമായിരുന്നു. ഇരുവരും അവിടെ താങ്ങിപ്പിടിച്ചു നിന്ന് പരസ്പരം സംസാരിച്ചു. മനസ്സ് തുറന്നു. ആ സംസാരത്തിലായിരുന്നു അന്നത്തെ പുലർച്ചെയുണ്ടായ തെറ്റിദ്ധാരണകളുടെ കാര്യവും ഇരുവർക്കും വ്യക്തമാകുന്നത്. പരസ്പരം അവർ അന്നും ഇഷ്ടപ്പെട്ടിരുന്നു. തെറ്റിദ്ധാരണകളുടെ പുറത്താണ് തങ്ങൾ പിരിഞ്ഞത് എന്നിരുവരും തിരിച്ചറിഞ്ഞു. അതോടെ ഇരുവരുടെയും ഉള്ളിൽ പ്രണയത്തിന്റെ അംശം വീണ്ടും വന്നു നിറഞ്ഞിരുന്നു. അന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയപ്പോ അവരൊന്നിച്ചു പോയത് അവരുടെ മുറിയിലേക്കാണ്. സന്തോഷത്തോടെ സംസാരിച്ച സമയത്ത് താൻ ലോ സ്കൂളിൽ നിന്ന് വിഡ്രോണായ കാര്യവും മറ്റും ബി ബെന്നിനോട് പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ സിഡ്നിയിലെ ഓപ്പറ ഹൗസിൽ നിന്ന് സൈറ്റ് സീ ചെയ്യാനുള്ള തന്റെ ആഗ്രഹവും ഒന്നിച്ച് അതിന് പോവാൻ വേണ്ടി ഒരു ഡേറ്റ് പോലും അവർ പ്ലാൻ ചെയ്തിരുന്നു. അടുത്ത ദിവസമായിരുന്നു ക്ലോഡിയുടെയും ഹാലിന്റെയും വിവാഹമുണ്ടായിരുന്നത്. പീറ്റ് ബെന്നിനെയും വിളിച്ച് രാവിലെ തന്നെ കുറെ പൂക്കൾ വാങ്ങാനൊക്കെ പോയി. പൂക്കൾ വാങ്ങി വരുന്ന വഴിയിൽ പീറ്റ് ബെന്നിനടുക്കൽ അവന്റെ ഗേൾഫ്രണ്ടിന്റെ കാര്യം ചോദിച്ചു. നീ ആ ബന്ധത്തിൽ സീരിയസ് ആണോ എന്ന് തിരക്കി. പക്ഷേ അല്ലെന്ന മട്ടിലുള്ള ഉത്തരമായിരുന്നു അവനിൽ നിന്ന് പുറത്തു വന്നത്. ആ നെഗറ്റീവ് ആൻസർ കേട്ടതും പീറ്റ് തമാശ രൂപേണ കയ്യിലിരുന്ന പൂവുകൊണ്ട് അവനെ ഒന്ന് തട്ടുന്നുമുണ്ട്. ഇനി എങ്ങനാണെങ്കിലും തന്നെ ഒന്ന് അങ്ങ് അവോയ്ഡ് ചെയ്ത് കളയരുതെന്നും നീ ഇപ്പോ ഒരു പ്ലേ ബോയ് ആണ് അല്ലേട എന്ന മട്ടിലും പീറ്റ് പറയുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് ബിയും മാർഗരറ്റും കേക്ക് എടുക്കാൻ ഷോപ്പിൽ പോയിരിക്കുകയായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ താനും ബെന്നും തമ്മിലുള്ള അടുപ്പം അത്ര സീരിയസ് അല്ലെന്ന് അറിയാതെ ബി പറഞ്ഞുപോയി. അങ്ങനാണേൽ തനിക്ക് ബെന്നുമായി സംസാരിക്കാമോ, അവന്റെ ഇഷ്ടം പിടിച്ചുപറ്റാൻ നോക്കാമോ എന്ന മട്ടിൽ മാർഗരറ്റ് ചോദിച്ചതും ബിക്ക് ഓക്കെ പറയേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞ് ബിയും മാർഗരറ്റും കേക്കുമായി വീട്ടിലേക്കെത്തി. വന്നപാടെ ബിയുടെ പാരന്റ്സ് അവളെ എതിരിടാൻ വന്നിരുന്നു. അവളെ ലോ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിവരം അവർ അറിഞ്ഞിരിക്കുന്നു. അക്കാര്യം സത്യമാണോ എന്ന കുറച്ച് ദേഷ്യത്തോടെ അവർ ചോദിച്ചു. ആ വിവരം അവൾ ആകെ പറഞ്ഞിട്ടുള്ളത് ബെന്നിനോട് മാത്രമാണ്. അത് പാരന്റ്സ് എങ്ങനെ അറിഞ്ഞു എന്നതിൽ അവൾക്കാകെ ദേഷ്യം വന്നിരുന്നു. ബെന്നിനെ അവൾ സംശയിക്കുകയും ചെയ്തു. ബെന്നങ്ങോട്ടേക്ക് വന്നപ്പോ അവൾ അവനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ സത്യത്തിൽ ബെന്നിൽ നിന്ന് ആ വിവരം അറിഞ്ഞിരുന്ന പീറ്റായിരുന്നു ബിയുടെ പാരന്റ്സിനോട് കാര്യം അറിയിച്ചത്. അതോടെ ബിയും ബെന്നും തമ്മിൽ വീണ്ടും ഫൈറ്റ് ആരംഭിച്ചു. പരസ്യമായി താൻ ബെന്നിനെ ഡേറ്റ് ചെയ്യുന്നില്ല, നടന്നതത്രയും പ്രഹസനമായിരുന്നു എന്ന് ബി അങ്ങ് വിളിച്ചു പറഞ്ഞു. പിന്നീട് വിവാഹത്തിന് വേണ്ടി ബിയും ബെന്നും തയ്യാറെടുക്കുകയാണ്. ആ സമയം ക്ലോഡിയയും ഹാളും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടാവുന്നതും സംസാരമുണ്ടാവുന്നതും അവൻ കേട്ടു. ബെന്നും ബിയും കൂടി തങ്ങളുടെ വിവാഹ ചടങ്ങുകളും ആഘോഷവും ഒക്കെ കുളമാക്കുകയാണ് എന്ന മട്ടിൽ പറഞ്ഞായിരുന്നു ഇരുവരും തർക്കിച്ചുകൊണ്ടിരുന്നത്. നടക്കുന്നതൊക്കെ കണ്ട് താൻ വല്ലാതെ സ്ട്രെസ്
ഫോഴ്സ്ഡ് ആണ് എന്ന് പോലും ക്ലോഡിയ കൂട്ടിച്ചേർത്തിരുന്നു. വെറുതെ ഇനിയും പ്രശ്നമുണ്ടാവണ്ട എന്ന് കരുതി ബെൻ ബിക്ക് അടുത്ത് ചെന്നു. കാര്യങ്ങൾ അവളോട് സംസാരിച്ചു. അധികം വൈകാതെ മനോഹരമായി വിവാഹാഘോഷങ്ങൾ നടന്നു. ബെന്നാണെങ്കിൽ ബിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെ വഴക്കടിച്ചാലും ബെന്നിന്റെ ഉള്ളിൽ ബിയോട് ഇഷ്ടമുണ്ടായിരുന്നു. വലിയൊരു മലഞ്ചെരുവിലുള്ള പസഫിക് സമുദ്രത്തിനോട് ചേർന്ന ഒരിടത്തായിരുന്നു വിവാഹം നടന്നത്. ചടങ്ങുകളൊക്കെ പൂർത്തിയായി ആഘോഷങ്ങൾ തുടങ്ങിയതും ബി പോയി ക്ലോഡിയോയോടും ഹാലിനോടും സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ഒരു കാര്യം കണ്ടത്. മാർഗരറ്റും ബെന്നും ചുംബിക്കുന്നു. അത് കണ്ടതും ബി അസ്വസ്ഥയായി. കാര്യം വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും ബിയുടെ ഉള്ളിൽ ബെന്നിനോടേറെ സ്നേഹമുണ്ടായിരുന്നു. വല്ലാതെ അസൂയയും കുശുമ്പും തോന്നിയവൾ ഒരു യൂബർ എടുത്ത് വേഗം അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. ബെന്നിന് പെട്ടെന്ന് കാര്യം മനസ്സിലായിരുന്നില്ല. മാർഗരറ്റ് ബെന്നിനെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ മാർഗരറ്റിനോട് ബെൻ നോ പറഞ്ഞു. തനിക്ക് ഇനിയൊരു ബന്ധത്തിന് താല്പര്യമില്ലെന്നും ബിയെ താൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്നും അവൻ മാർഗരറ്റിനെ അറിയിച്ചു. കുറച്ചു കഴിഞ്ഞതും ബി പോയ വിവരം ബെൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ബെന്നിനങ്ങ് മൊത്തത്തിൽ പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ആലോചിച്ചത് മനസ്സിലാക്കാൻ തന്നെ അവന് കുറച്ച് സമയമെടുത്തു. ഇതിനിടയിൽ പീറ്റും റോജറും വന്ന് അവനെ കളിയാക്കാൻ നോക്കി. ബെന്നിന് അല്ലേലെ ദേഷ്യം പിടിച്ചിരുന്നു. അവരോട് നിർത്താനായി ബെൻ രോഷത്തിൽ പറഞ്ഞു. പിന്നീടാണ് ക്ലോഡിയയും ഹാലും മറ്റ് ഗസ്റ്റുകളും ഒക്കെ ചേർന്ന് ബിക്ക് പുറകെ പോകാൻ ബെന്നിന് പ്രചോദനം നൽകുന്നത്. ബിയും നിന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടാകും എന്ന് തന്നെ അവർ ബെന്നിനടുക്കൽ പറയുന്നുണ്ടായിരുന്നു. ബെന്നിനും അത് ശരിയായി തോന്നി. അവൾക്ക് പിന്നാലെ പോവാൻ അവൻ തീരുമാനിച്ചു. ഒപ്പറ ഹൗസിലായിരിക്കും അവൾ പോയിരിക്കുക എന്നവൻ ഏറെക്കുറെ ഊഹിച്ചിരുന്നു. അവനധികം മടിച്ചില്ല. ഫ്രണ്ട്സിനോട് കോസ്റ്റ് ഗാർഡിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് മലഞ്ചെരുവിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് തന്നെ എടുത്തു ചാടി. പിന്നാലെ ഹെലികോപ്റ്ററിൽ കോസ്റ്റ് ഗാർഡ് എത്തി ബെന്നിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാൻ തുടങ്ങി. രക്ഷപ്പെട്ടു പോകുമ്പോ തന്നെ ഓപ്പറ ഹൗസിന്റെ ഭാഗത്ത് ഇറക്കാമോ എന്ന തരത്തിൽ ബെൻ ആവശ്യപ്പെടുകയും പൈലറ്റ് അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഓപ്പറ ഹൗസിൽ ദുഃഖത്തോടെ നിന്നിരുന്ന ബി ബെൻ അവിടെ അങ്ങനെ വന്നിറങ്ങുന്നത് കണ്ടതും ഏറെ സന്തോഷിച്ചിരുന്നു. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അവര് വീണ്ടും ഒന്നിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തെ റിസപ്ഷന് കപ്പിൾസ് ആയിട്ടായിരുന്നു അവരെത്തിയത്. ആ സമയത്താണ് ക്ലോഡിയയും ഹാലും ഒരു കാര്യം അവരോട് പറയുന്നത്. തങ്ങളുടെ കല്യാണം ബെന്നും ബിയും കാരണം കുളമാവുമെന്ന മട്ടിൽ അവർ തമ്മിൽ ഒരു വാക്കുതർക്കം നടന്നിരുന്നല്ലോ. ബെൻ കാണാൻ പാകത്തിന്. യാഥാർത്ഥ്യത്തിൽ അതവരുടെ തന്ത്രമായിരുന്നത്രേ. ബെൻ കേൾക്കാൻ വേണ്ടി തന്നെ അവരതൊക്കെ പറഞ്ഞതാണെന്ന്. അതവിടെ ഒരു ചിരിമുഹൂർത്തം സൃഷ്ടിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.